ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൗലോസ് ചേട്ടനും നമ്മുടെ അലീനയും കൂടെ അടുക്കളയിൽ ഒരു ഗുസ്തിപിടുത്തം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചുമ്മാ വേസ്റ്റാക്കി കളയുന്നത്, ചെറിയ പാട് വീണത്, പൊട്ടൽ വീണത്, ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേണൽ സാബ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതിൽ നമ്മുടെ പൗലോസ് അലീനയുടെ മുന്നിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പുള്ളിക്കാരി കയറി വന്നു. ഇപ്പം പൗലോസ് ചേട്ടാ എന്നാൽ ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചു. നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ? സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ വാരി അതിനകത്ത് കിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മാറ്റി വെച്ചിരുന്ന പച്ചക്കറിയും പഴങ്ങളും മുഴുവനും ആ പുള്ളിക്കാരി അവർക്ക് ഷോപ്പറിലേക്ക് ആക്കും. അപ്പോൾ ഈ അലീന നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചേച്ചിക്ക് ചെറിയൊരു ചമ്മൽ. അപ്പോൾ ആടിന് കൊടുക്കാനാ, അതുങ്ങൾ തിന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇത് വാരി വാരി ഇടുക കേട്ടോ. പൗലോസ് ചേട്ടനാണെങ്കിൽ അലീനയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അലീന ഇതെല്ലാം കണ്ടു, ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ കുറേ വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഇന്നലത്തെ കറികളും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം കൊടുത്തു വിടുവാണ്. അപ്പോൾ ഇതെല്ലാം അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സാധനങ്ങൾ മുഴുവനും ആ ചേച്ചി അതത് ചോറും ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അലീന എന്നിട്ട് ഈ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി ചോറും കറിയൊക്കെ എടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്ക് അലീന തൊട്ടടുത്ത് വന്നിങ്ങനെ നിൽക്കുക. ഇതും ആട് തിന്നുമോ? അപ്പം ഇത് വീട്ടിലെ പട്ടിക്ക് കഴിക്കാനാ എന്നാ ചേച്ചി അലീനയോട് പറഞ്ഞു. ഇവിടുത്തെ പട്ടികൾ ഇതൊന്നും കഴിക്കത്തില്ലേ പൗലോസ് ചേട്ടാ? അതുകൾക്ക് സ്പെഷ്യൽ ഫുഡല്ലേ, ഇതൊന്നും മണത്ത് നോക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ വെച്ച് ആഹാരം എടുത്ത് ജോലിക്കാർ കഴിക്കത്തില്ലേ? വെറുതെ എന്തിനാ വയറ് കേടാക്കുന്നത്? ഫ്രഷ് ആയിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ? അപ്പോൾ കൊള്ളാം, നല്ല യജമാനനും നല്ല ഭൃത്യന്മാരും നമ്മുടെ അലീന അന്നേരം പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി ഇതൊക്കെ എടുത്തോണ്ട് അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ അലീന എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അലീന അവിടെ നിന്ന് പോയപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പൗലോസ് ചേട്ടൻ. അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുക. അതേ മുതലാളിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുമോ? ചെന്ന് കൊടുക്കട്ടെ, എൻ്റെ അടുക്കള ഞാൻ പറയുന്നതാ പ്രമാണം. ഇവളെന്തിനും ഇതൊക്കെ ഇരച്ചൂറ്റി നടക്കുന്നേ? ഇഷ്ടംപോലെ ഉണ്ടല്ലോ, പിന്നെന്താ? ഇതൊക്കെ ഓരോരോ സൂക്കേടല്ലേ, നിർത്തിക്കോളും. എൻ്റെ അടുത്ത് വെള്ളത്തിലൊന്നും നടക്കത്തില്ല എന്ന് നമ്മുടെ പൗലോസ് ചേട്ടൻ എന്നും പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. ആ സമയം പിന്നെ വല്യപ്പച്ചൻ അവിടെ കലണ്ടറിൽ നോക്കി എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ടേക്ക് ആയിരുന്നു. അപ്പോൾ എന്താ വല്യപ്പച്ച, ഇന്ന് എത്രാം തീയതിയാണെന്ന് ചോദിച്ചു. ഇന്ന് എത്ര? ഇത് കഴിഞ്ഞ മാസമാണ് കിടക്കുന്നത്. പേജെങ്കിലും മറക്കണ്ടേ? ഞാനത് നോക്കിയില്ലല്ലോ വല്യപ്പച്ച എന്ന് അലീന പറഞ്ഞപ്പം നീ ഒന്ന് മാറ്റിയിട്ടെ മോളൊന്ന് നോക്കട്ടെ. അപ്പോൾ വല്യപ്പച്ചന് പാചകമൊക്കെ അറിയാവോ? എനിക്കറിയാലോ പാചകം. അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? അതിൽ പൗലോസ് നടക്കുന്നു. പൗലോസ് ഏട്ടൻ ആള് കുറച്ച് തണ്ടാ കേട്ടോ. ഇപ്പം എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്തോരം ഭക്ഷണ സാധന ചുമ്മാ വെറുതെ കളയുന്നേ? ഇവിടെ വെച്ചുണ്ടാക്കിയിട്ട് മിച്ചം വരുന്നതല്ലേ? ലാലിച്ചനാണെങ്കിൽ എല്ലാം ഊണ് മേശയിൽ കിട്ടണം. മട്ടൻ ഇല്ലേന്ന് ചോദിച്ചാൽ മട്ടൻ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ മീനില്ലേന്ന് ചോദിച്ചാൽ ഫിഷ് കറി എടുത്ത് മുന്നോട്ട് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിലേ അവൻ്റെ നിറം മാറും. അപ്പോൾ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരാൾ കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ എൻ്റെ വല്യപ്പച്ച? ഇത്രയും കാലമായിട്ട് വെച്ച് വിളമ്പി കൊടുക്കുന്ന പാചകക്കാരൻ അറിഞ്ഞോടെ അതിൻ്റെ അളവ് എത്രയാണെന്ന്? അതൊക്കെ പോട്ടെ, മിച്ചം വരുന്ന ഫുഡ് ഇവിടുത്തെ ജോലിക്കാർക്ക് കഴിച്ചുകൂടെ? എച്ചിലൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ കഴിക്കുന്നുണ്ടല്ലോ മോളെ, ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും മിച്ചം വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? അത് കുറേ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് തള്ളും. തൂത്ത് തുടയ്ക്കാൻ വരുന്ന ചേച്ചി ഒരു വലിയ സഞ്ചി നിറയെ കടത്തിക്കൊണ്ടും പോകും. അന്നേരം എൻ്റെ മോളെ, നീ അതൊന്നും ശ്രദ്ധിക്കാൻ പോവണ്ടെന്നേ. അവരെന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ. വല്യപ്പച്ച, ഇന്ന് ഞാൻ നോക്കി നിൽക്കുമ്പോൾ പൗലോസ് ഏട്ടൻ മീൻ വെട്ടുക. വാലും തലയും മുറിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കറിക്കുള്ള മാംസം കൂടിയ വെട്ടി എരിഞ്ഞ് കളയുന്നതെന്ന് അലീന. പൈസ കൊടുത്തല്ലേ ഇതെല്ലാം വാങ്ങിക്കുന്നേ? പുളിങ്കൂരു അല്ലല്ലോ എണ്ണി കൊടുക്കുന്നേ. മോളെ നോക്ക്, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ബാക്കി കാര്യം നോക്കണോ? അപ്പോൾ ഭക്ഷണം പാഴാക്കി കളയുന്നത് കണ്ട അത് എവിടെയാണെങ്കിലും ഞാൻ ഇടപെടും. അത് വല്യപ്പച്ചൻ്റെ മോൻ പറഞ്ഞാലും ശരി, ഞാൻ അതിനെ എതിർക്കുമെന്ന് അലീന വല്യപ്പച്ചനോട് പറയുക. കാരണമേ, എനിക്ക് ഭക്ഷണത്തിൻ്റെ വില അറിയാം. ആരെങ്കിലും ഭക്ഷണം ദാനം തരാൻ കൊണ്ടുവരുന്നതും കാത്തേ അനാഥാലയത്തിൻ്റെ തിണ്ണയിൽ വിശന്നിരുന്നിട്ടുള്ളവളാണ് ഞാനെന്ന് അലീന പറയാം. അന്നം ദൈവമാണെന്ന് ബ്രിജിത്ത മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോളെ അതൊക്കെ ശരിയാ, സമ്മതിച്ചു. നീ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ അനാഥാലയത്തിൻ്റെ കഥ ഇവിടെ പറയുന്നേ എന്നിങ്ങനെ വല്യപ്പച്ചൻ ചോദിക്കുമ്പോൾ, ഞാൻ അവിടെയല്ലേ വല്യപ്പച്ച വളർന്നത്? ഇന്നലെ നീ പറയുന്നത് കേട്ടു, നമ്മൾ അനാഥാലയത്തിൽ ജീവിച്ചതെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ കൊള്ളാവോ? നമുക്കല്ലേ അതിൻ്റെ മോശം എന്ന് വല്യപ്പച്ചൻ ചോദിച്ചേ. നീ ഇപ്പം നല്ല നിലയിലല്ലേ ജീവിക്കുന്നത്?
അനാഥാലയമൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക് എന്ന് വല്യപ്പച്ചൻ പറയുമ്പോൾ, അനാഥാലയം മറന്നാൽ പിന്നെ അലീന ഇല്ല. ഞാൻ ജീവിച്ച വീടാ അതെനിക്ക് മറക്കാൻ പറ്റുമോ? അത്രയും കാലവും എനിക്ക് അന്നം വിളമ്പി തന്ന എൻ്റെ സ്വന്തം തറവാടാണതെന്ന് അലീന വല്യപ്പച്ചനോട് പറഞ്ഞു. അതിൻ്റെ മുറ്റത്താണ് ഞാൻ പിച്ച വെച്ചത്. അത് അപ്പച്ചൻ അറിയാവോ എന്ന് ചോദിച്ചു. അതും മറന്നിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട വല്യപ്പച്ച എന്നും അലീന പറഞ്ഞേ. അഗതി മന്ദിരത്തിൽ ജീവിച്ചവളാണെന്ന് ഞാൻ എവിടെയും പറയും, എനിക്കതിലൊരു നാണക്കേടും ഇല്ല എന്നും അലീന വല്യപ്പച്ചനോട് പറയുമ്പോൾ, അല്ല ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ വീട്ടിലെ ജോലിക്കാരുടെ ഒക്കെ മുന്നിൽ വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവർ നമ്മളെ വില കുറച്ച് കാണത്തില്ല, അതുകൊണ്ട് വല്യപ്പച്ചൻ പറഞ്ഞതാ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ വില കുറച്ച് കാണുന്നവരുടെ വില ശരിക്കും കുറഞ്ഞു പോവത്തേ ഉള്ളൂ വല്യപ്പച്ച. സത്യത്തിന് വിലയുണ്ടെങ്കിൽ സത്യം പറയുന്നവർക്കും വിലയുണ്ടെന്ന കാര്യവും പറയാം. അതല്ല കള്ളത്തരത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയിട്ടുള്ള വിലയാണെങ്കിൽ ആ വില എനിക്ക് ആരും തരേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന അതെല്ലാം പറഞ്ഞിങ്ങനെ അവിടെ വല്യപ്പച്ചനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിന്റെ നിലപാടുകൾ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോ, അതിന് ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വല്യപ്പച്ചനും മോളും കൂടെ സംസാരിച്ചു. അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന ചേച്ചി നേരെ രേവതിക്കുട്ടിയെ വിളിച്ചു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയാണ് ജോലി എന്ന് ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഒരു ജോലിയില്ല എനിക്കിവിടെ, ഒരു പണിയില്ലേ ചേച്ചി, അവിടെ ഫുഡ് കഴിക്കണം, അത് മാത്രമാണ് ഒരു ജോലി എന്ന് പറഞ്ഞപ്പം, വെറുതെ ഇരുന്ന ചേച്ചിക്ക് ബോറടിക്കത്തില്ലേ, അവിടുത്തെ പപ്പയോട് പറ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വിടാൻ, ഞാനിവിടെ കോളേജിൽ പോകുന്നത് പോലെ. അത് കേട്ടപ്പം, എൻ്റെ പ്രായം എന്താ, നിൻ്റെ പ്രായമാണോ എനിക്ക്, ഇനി ഞാൻ എന്ത് പഠിക്കാനാ, ഇപ്പം എന്തെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് ചേച്ചി, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ ആദ്യം ഇവിടെ നിന്ന് താമസം ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുവരെ ഉറപ്പിച്ചില്ലേ, അതെന്നാ പറ്റി ചേച്ചി, സ്റ്റാൻലി പപ്പ ചേച്ചിയെ മകളായിട്ട് സ്വീകരിച്ച് അങ്ങോട്ട് ഏറ്റെടുത്തതല്ലേ, ഇപ്പം പിന്നെ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഒരു സംശയം ഉണ്ടടി മോളെ എന്ന് പറഞ്ഞു. എന്നാ പറ്റി ചേച്ചി, ആരെങ്കിലും ചേച്ചിക്കെതിരെ മറ്റോ വന്നോ? അപ്പോൾ ഒരു കാര്യം ശരിയല്ല എന്ന് കണ്ടാൽ എനിക്കത് പറയണം, മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആർക്കും അതിഷ്ടമല്ല, പപ്പയ്ക്ക് പോലും അതിഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ വെറുതെ തിന്നു കുടിച്ച് നടക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ളത് കൊണ്ടാണോ? ഒന്നും ചെയ്യാനില്ല എനിക്കിവിടെ. അപ്പോൾ അവിടുത്തെ ആളുകളുമായിട്ട് പരിചയപ്പെട്ടില്ലേ ചേച്ചി, ഇവിടെ ആർക്കും ഒരു നിയന്ത്രണവും ഇല്ല. ജോലിക്കാരൊക്കെ പിന്നെ തോന്നിയതുപോലെയാണ്, അവരുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിന്നോളണം. അപ്പോൾ സ്റ്റാൻലി പപ്പയോട് പറഞ്ഞുകൂടായിരുന്നു ചേച്ചിക്ക്, പപ്പി പറഞ്ഞേക്കുന്നത് എന്നോട് ഒന്നിലും പോയി തലയിട്ടേക്കരുതെന്നാ. പുള്ളിക്കാരന് ചേച്ചിയോട് സ്നേഹം തന്നെയല്ലേ? ആ സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷേ പപ്പയ്ക്ക് ഞാനൊരു പാവക്കുട്ടിയെ പോലെ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ ആരുമില്ലേ അവിടെ ചേച്ചിക്കൊരു കൂട്ടിന്? അത് പപ്പയുടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, എൻ്റെ വല്യപ്പച്ചനെ, അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന് അലീന പറഞ്ഞു. അത് മാത്രം ആകെയുള്ളൊരു സമാധാനം. അപ്പോൾ ഒരാളെങ്കിലും ഉണ്ടല്ലോ, അലീന ചേച്ചിക്ക് അത് ധാരാളം മതിയല്ലോ പിടിച്ചു നിൽക്കാനായിട്ട്. എന്താ പോരേന്ന് ചോദിച്ചു. നോക്കട്ടെ എവിടം വരെ പോകുമെന്ന്. നിൻ്റെ വിശേഷങ്ങൾ പിന്നെ എന്തൊക്കെയാ അതൊന്ന് പറഞ്ഞേ. അപ്പോൾ ഒന്നുമില്ല ചേച്ചി, എല്ലാം നന്നായിട്ട് പോണു എന്ന് പറഞ്ഞു. ശരി മോളെ, ഞാൻ വെച്ചോട്ടെ, ഞാൻ നാളെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്കുട്ടി ഇങ്ങനെ അവിടെ അലീനയെ പറ്റി ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് വല്യപ്പച്ചൻ അവിടെ ഇരിക്കും. അപ്പോൾ വല്യപ്പച്ചൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ അപ്പച്ചനത് എവിടെയാണെന്ന് ചോദിച്ചു. ഇളയ മോനാണ് വിളിക്കുന്നത്. എടാ ഞാൻ ലാലിച്ചൻ്റെ അടുത്താന്ന് പറഞ്ഞു. അത് മനസ്സിലായി. അല്ല എന്തോ അവിടെ നിന്ന് പോരാത്തെ? അല്ല ലാലിച്ചായൻ്റെ കള്ളും കുടിച്ച് അവിടെ കൂടിയേക്കുവാണോ എന്ന് ചോദിച്ചു. അന്നേരം അതൊന്നും ഇല്ലടാവേ. എടാ ഞാനിവിടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന എന്തോന്നാ പറയണേ? അപ്പച്ചൻ അവിടെ കൊഴഞ്ഞു മറിഞ്ഞെന്നോ? എന്നതാ അപ്പച്ച ഇത്? എടാ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ചില സംഗതികളുണ്ടടാ ഇവിടെ, അതൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ട് ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞു. അല്ല ലാലിച്ചായനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെന്നായി? അതിനവിടെ നിന്ന് പറപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, അതൊന്നും അത്ര എളുപ്പമല്ല എൻ്റെ റോബിച്ച, നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണല്ല അവള്. പോന്നിട്ടില്ലേ അവിടുന്ന്? ഇല്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അല്ല ആൽബിച്ചായനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വന്നാലോ? അപ്പോഴങ്ങനെ ഇരിക്കും. വേണ്ട, നീ ഒന്നും ഇപ്പം ഇങ്ങ് വരണ്ട. എടാ ഇത് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളടാ, നിങ്ങൾ ആരും തലയിടണ്ട. അപ്പോൾ ഒരുപാട് വെച്ച് നീട്ടിക്കൊണ്ട് പോവല്ലേ, പെട്ടെന്ന് പറഞ്ഞയക്കാം അവളെ. നാലാളറിഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര നാണക്കേടാ, അത് ഓർത്തോളം. അല്ല എവിടുന്ന് കുറ്റിയും പറിച്ച് വന്നാ സാധനം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അതേ എടാ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലെന്നേ കാര്യങ്ങൾ, അത് ലാലിച്ചൻ്റെ മോള് തന്നെയാ. പിന്നെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ലാലിച്ചൻ്റെ മോളാണെന്നും? അപ്പച്ചൻ എന്നെ ഈ പറയുന്നേ? ഉണ്ടടാ, അവൾ ഈ കുടുംബത്തിലെ തന്നെയാ. അപ്പച്ചൻ എന്തൊക്കെയാ ഈ പറയുന്നേ?
നമ്മുടെ കുടുംബത്തിന് മൊത്തം നാണക്കേടല്ലേ അത്? ഇത്രയും നാളും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എൻ്റെ ചേട്ടനാണെന്ന് 4 പേരോട് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ അവരുടെയൊക്കെ മുന്നിൽ തലകുനിക്കണ്ടേ? എടാ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് എല്ലാം വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ അവളെ പറഞ്ഞു വയ്ക്കത്തില്ലേ? ഇല്ല, അത് എന്നാ കോപ്പിലെ ഇടപാടാ? അപ്പച്ചൻ്റെ മനസ്സ് മാറിയോ? ഇത് എന്നതായത്? ഞാനങ്ങ് വരട്ടെ, നീ ഇങ്ങോട്ട് വന്നാൽ നിൻ്റെയും മനസ്സ് മാറുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അവൾ അത്രയ്ക്ക് കേമിയാണോ? എന്തായാലും ഒരു പെണ്ണല്ലേ, അതറിയണമല്ലോ. മോനെ റോബി, ദേ, നമ്മൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനല്ല നോക്കേണ്ടത്, ഇവിടെ തന്നെ പിടിച്ചു നിർത്താനാണ് നോക്കേണ്ടത്. എടാ, ലാലിച്ചനെ കൺട്രോൾ ചെയ്യാനേ ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവളെ കൊണ്ടത് പറ്റും, ഇവളെ കൊണ്ടേ അത് പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം ലാലിച്ചായനെ അങ്ങനെ വെല്ലളുമാരുടെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കണോ അച്ഛ? അത് വേണം. എടാ, ഇവിടെ കുറേ കാര്യങ്ങൾ ഇനിയും ശരിയാവാനുണ്ട്. ലാലിച്ചാൻ്റെ കുടിയെപ്പറ്റി നിനക്കറിയാമല്ലോ, അതിലൊക്കെ അവൾ കയറി പിടിക്കും. ലാലിച്ചാനെ കുടിക്കാനും ഇപ്പം സമ്മതിക്കാതായോ? ഇപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൾ പിടിക്കും, എല്ലായിടത്തും അവൾ പിടിമുറക്കും. അപ്പച്ചനിത് എന്നാന്നാ പറയുന്നത്? എന്നാ പറ്റുക? ഇവിടുന്ന് പോയ ആളെ അല്ലല്ലോ ഈ പറയുന്നത്. റോബിച്ചാ, നീ ഇപ്പം ഇവിടുത്തെ കാര്യം ആലോചിച്ച് തല പുകയ്ക്കണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ അതൊന്നും ചിന്തിക്കേണ്ട. ആൽബിയോടും പറഞ്ഞേക്ക് തൽക്കാലം ഒന്നിനും ഇടപെടാൻ വരണ്ട എന്ന്. ഹൗസേപ്പച്ചൻ അറിഞ്ഞാലേ വെട്ടുകത്തിയും കോടാലിയായിട്ട് കുളത്തൂർ പുഴയ്ക്ക് വരും. അവൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പച്ചൻ പോയപ്പോഴേ എനിക്ക് തോന്നി ഇത് ശരിയാകാൻ പോണതല്ലാന്ന്. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു. നീ ഫോൺ വെച്ചിട്ട് പോടാവേ. എത്ര പ്രാവശ്യം പറയണം നിന്നോട്? ഞാൻ അങ്ങോട്ട് വന്നിട്ടെല്ലാം വിശദമായിട്ട് പറയാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കട്ട് ചെയ്ത് അപ്പച്ചൻ അങ്ങനെ നിൽക്കുന്നു. റോബിച്ചൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന അടുക്കളയിലേക്ക് വരും. അപ്പോൾ പൗലോ ചേട്ടനും മറ്റേ നമ്മുടെ ഡ്രൈവർ ചേട്ടനും കൂടെ അവിടെ നിൽക്കുക. അപ്പോൾ അലീന ഇങ്ങനെ വന്നെല്ലാം നോക്കുക കേട്ടോ. അങ്ങേരാണെങ്കിൽ അലീനയോട് എന്തോ പകരം വീട്ടാനെന്നുള്ള രീതിയിലൊക്കെ നിന്ന് കാണുക. അലീന ഇതിങ്ങനെ വന്നു, അവിടെ ഇരിക്കുന്ന എന്തോ കണ്ടു. അപ്പോൾ അടുത്ത വിക് ഷോപ്പർ അവിടെ ഇരിക്കുന്നത് കണ്ടു. വിക് ഷോപ്പറിൽ നോക്കുക, എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ എടുക്കുന്നതെന്ന് അലീനയോട് അയാൾ ചോദിച്ചു. അല്ല, ഇത് ആവശ്യമില്ലാത്തതാണോ? കുഞ്ഞെന്തിനാ അടുക്കളയിലെ കാര്യത്തിലൊക്കെ കയറി കൈ കടത്തുന്നതെന്ന് പൗലോ ചേട്ടൻ ചോദിക്കുമ്പം ഞാനൊരു അടുക്കളക്കാരി ആയിരുന്നു, അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞപ്പം ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, കുഞ്ഞു മുതലാളിയുടെ മോളല്ലേ. ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സാധനവും ഞാൻ നോക്കാൻ പാടില്ല പൗലോ ചേട്ടാ? അപ്പോൾ വേറെ എവിടെയെങ്കിലും കൊച്ചു നോക്കിക്കോ, എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. പൗലോസേട്ടൻ്റെ അടുക്കളയെന്ന് പറയാൻ ഇത് പൗലോസേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടുക്കളയാണോ? അല്ലല്ലോ. ഈ അടുക്കളയിൽ പൗലോസേട്ടൻ എൻ്റെ അനുവാദമില്ല, അതൊന്നും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പൗലോസേട്ടനും നോക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറയാം. അപ്പോഴത്തേക്ക് ഇവരങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. കുഞ്ഞെന്തിന് എൻ്റെ അടുത്ത് തുടക്കിന് വരുന്നേ? ഞാൻ എന്നാ ചെയ്തിട്ടാണെന്ന് ചോദിച്ചു അദ്ദേഹം. പൗലോസേട്ടന് ഒരു വിചാരമുണ്ട്, പൗലോസേട്ടനെ ചോദ്യം ചെയ്യാനും ഈ കിച്ചണിൽ കയറാനും വേറെ ആർക്കും ഒരു അവകാശവും ഇല്ല എന്ന്. അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്നോട് ഈ സഞ്ചിയിൽ തൊട്ടുപോകരുതെന്ന് അല്ലേന്ന് ചോദിച്ചു അലീന. കേണൽ സ്റ്റാൻലി ജോസഫ് തുടരുതെന്ന് പറഞ്ഞാലും ഞാൻ തൊടും എന്ന് അലീന പറയാം. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം കടുക് മണി വരെ ഞാൻ നോക്കും. തടയാൻ പറ്റുമോ പൗലോസേട്ടനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ തലയും ചൊറിഞ്ഞിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അലീന പണി തുടങ്ങി. എന്തായാലും അതെല്ലാം എടുത്ത് കുടഞ്ഞിട്ട് നോക്കിയപ്പോൾ കുറേ പച്ചക്കറികൾ ഒരു വിക് ഷോപ്പറിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അലീന ഇതെല്ലാം കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും ആകെ ഇത് രണ്ടുപേരും നിൽക്കാം. അപ്പോൾ ഈ മീനാരാ വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പം ഞാനാ വാങ്ങിയത്. എത്രയായി വില? കിലോ 900 രൂപ. എത്ര കിലോ? അപ്പോൾ 2,800. എല്ലാ ദിവസവും മീൻ വാങ്ങിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ കൊള്ളത്തില്ലല്ലോ, ഇതിലിവിടെ എത്ര ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോച്ചൻ പറയാൻ പറഞ്ഞു, അത് പിന്നെ ഇത് വെട്ടി ക്ലീൻ ചെയ്താൽ 1 കിലോ കിട്ടും, അത്രയും ഇവിടെ വേണം, പിന്നെ കുറച്ച് വല്ലതും മിച്ചം വരുമായിരിക്കും. ആണോ? 2 കിലോ 800 ഗ്രാം മീൻ വെട്ടിയാൽ 1 കിലോ. ഇത് എവിടത്തെ കണക്കാ? നളീനെ അദ്ദേഹത്തോട് ചോദിക്കട്ടോ. പിന്നെ പറഞ്ഞേക്കും ഇങ്ങനെ 1 കിലോയ്ക്ക് കൂടി 300-350 ഗ്രാം വേസ്റ്റ് പോകുമായിരിക്കും. 1 കിലോ വേസ്റ്റ് തള്ളിക്കോ, എന്നാലും ബാക്കി 1 കിലോ 800 ഗ്രാം കിട്ടത്തില്ലേ എന്ന് അലീന ചോദിച്ചു. ഇവിടെ അങ്ങനെ സ്കെയിൽ വെച്ച് അളന്ന് തൂക്കിയൊന്നും നോക്കാറില്ല എന്ന് പൗലോസേട്ടൻ. അപ്പോൾ പൗലോസേട്ടൻ മീൻ വെട്ടിക്കേ, കാണട്ടെ എങ്ങനെയാണ് വെട്ടുന്നതെന്ന്. അപ്പോൾ എനിക്ക് വേറെ പണിയുണ്ടെന്ന് അയാൾ പറഞ്ഞു. മീൻ വെട്ടിയിട്ട് മതി വേറെ പണിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെട്ടിയൊക്കെ പൗലോസ് പഴക്ക് വേണ്ടുന്നത് വെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർ അലീനയുടെ മുന്നിൽ വെച്ചാൽ ചേട്ടൻ മീൻ വെട്ടു. അതും നീളത്തിലുള്ള ഒരു വലിയ മീനെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരൊറ്റ വെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വയറിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയാണ്. വാലെന്നൊക്കെ പറഞ്ഞാൽ കുറേ കയറ്റി അങ്ങ് വെട്ടിക്കളയാം. അങ്ങനെ ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ളത് വേസ്റ്റിലേക്ക് അദ്ദേഹം അങ്ങ് വെട്ടിക്കളഞ്ഞു.
ആ സമയം അത് ഉപേക്ഷിച്ചതാണോ എന്ന് അലീന ചോദിച്ചു. കേണൽ സാറിന് തലയും വാലും ഇഷ്ടമല്ല. അപ്പോൾ അതെന്ത് ചെയ്യും? മുറ്റം തൂക്കാൻ വരുന്ന സ്ത്രീ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആടിന് കൊടുക്കാനല്ലേ? എന്തിനാ കുഞ്ഞെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ഇവിടെ ഇതൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു. കേണൽ സാബിന് പരാതി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ, ഞാൻ വായ്ക്ക് രുചിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് വെച്ച് വിളമ്പി കൊടുക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരെ എന്ന് പൗലോസേട്ടൻ ചോദിക്കുമ്പം അത് പോരില്ല പൗലോസേട്ടാ. ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് എത്രയോ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുന്നുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. എത്രയോ അനാഥാലയങ്ങളിൽ ആഹാരം വേണ്ടത്ര കിട്ടാനില്ലാതെ വൃദ്ധയും രോഗികളും പട്ടിണി കിടക്കുന്നുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അതുപോലെ പൗലോസേട്ടൻ ഇവിടെ കോഴിയുടെയും മീനിൻ്റെയും തലയും വാലും മുറിക്കുമ്പോൾ അതിൻ്റെ പകുതിയും സർവൻറ്റിൻ്റെ സഞ്ചിയിലോട്ട് പോകുന്നു. അപ്പോൾ വാങ്ങിക്കുന്ന അടുക്കള സാധനങ്ങളും പാതിമുക്കാലും അങ്ങനെ തന്നെ പോകുന്നു. വെച്ചുണ്ടാക്കുന്നതിൻ്റെ പകുതിയും കൊടുത്തു വിടുന്നു. പൗലോസേട്ടൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ പൗലോസേട്ടൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് അലീന അദ്ദേഹത്തോട് ചോദിക്കുക. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടും ഈ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പൗലോസേട്ടൻ അറിയത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ വരില്ല കുഞ്ഞെ, ഞാൻ ഈ പണി പഠിച്ചിട്ടേ കാലം കുറേ ആയതാ എന്നാ ചേട്ടൻ. ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പൗലോസേട്ടൻ ചില കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ എന്ന് അലീന അന്നേരം പറഞ്ഞു. ഇങ്ങനെ ധാരാളിച്ച് കളയാൻ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അലീന വെല്ലുവിളിക്കുക. അത് കേട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സാഹചര്യം കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.